SMV ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതാണ് ഞങ്ങളുടെ വിദ്യാലയം. തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗത്ത് MG റോഡിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ട് പഴക്കമുള്ള ഗവൺമെന്റ് വിദ്യാലയമാണിത്. യാത്രാ സൗകര്യം ഏറെയുള്ള ഈ വിദ്യാലയത്തിന്റെ പ്രവേശന കവാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്കൂൾ കവാടത്തോട് ചേർന്ന് സെക്യൂരിറ്റി പോസ്റ്റും കർമ്മനിരതനായ സെക്യൂരിറ്റിയും ഞങ്ങൾക്കുണ്ട്. നഗരമധ്യത്തിലായി 3 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂൾ വിപുലമായ നിരവധി കെട്ടിടങ്ങളാൽ സമ്പന്നമാണ്. ടാറിട്ട അകത്തേക്കുള്ള വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നഗരത്തിന്റെ ശബ്ദകോലാഹലങ്ങൾ നമുക്ക് അനുഭവപ്പെടുകയേയില്ല. തികച്ചും ശാന്തവും പ്രകൃതി രമണീയവുമായ സ്കൂൾ അന്തരീക്ഷത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. വഴിയുടെ വലതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഇരുനില കെട്ടിടത്തിൽ ഹൈസ്കൂൾ വിഭാഗം ക്ലാസുകൾ നടന്നു വരുന്നു. വിശാലമായ ഓഡിറ്റോറിയം, പൗരാണികത വിളിച്ചോതുന്ന ഓഫീസ് കെട്ടിടം, സുസജ്ജമായ ക്ലാസ് മുറികൾ, ടൈൽ പാകിയ വിശാലമായ മുറ്റം, കളിസ്ഥലം, പഴമ കളയാതെ ഇന്നും സൂക്ഷിക്കുന്ന പണ്ടത്തെ ക്ലാസ് മുറികൾ, ഫർണിച്ചറുകൾ, ഹയർ സെക്കൻഡറി പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യങ്ങളോടെ പണികഴിപ്പിച്ച 3 നില കെട്ടിടം, ലൈബ്രറി, സ്കൂൾ ബസ് ഇവയെല്ലാം ഞങ്ങളുടെ സ്കൂളിന് സ്വന്തം. മൂന്ന് നിലയുള്ള SSA ബിൽഡിങ്ങിലാണ് UP വിഭാഗം പ്രവർത്തിക്കുന്നത്. SMV സ്കൂളിനെ പറ്റി പറയുമ്പോൾ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ മാതൃകാപരമായ മുന്നേറ്റങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുകയും പല ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാവുകയും ചെയ്ത നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ചരിത്രം ഇപ്പോൾ ഓർമ്മിക്കുന്നത് ഉചിതമായിരിക്കും. 1834 ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവാണ് തിരുവനന്തപുരത്ത് ആദ്യമായി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത്. പിൽക്കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജ് വന്നതോടെ UP വിഭാഗം ഇപ്പോഴത്തെ സംസ്കൃത കോളേജിന്റെ ഭാഗത്തും HS വിഭാഗം തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഭാഗത്തുമാണ് പ്രവർത്തിച്ചിരുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിന്റെ വിപുലീകരണത്തോടുകൂടി സ്കൂളിൽ സ്ഥലപരിമിതി അനുഭവപ്പെടുകയും അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ മുലം തിരുനാൾ 1919 വഞ്ചിയൂർ ഉണ്ടായിരുന്ന ഒരു വലിയ പാടശേഖരം നികത്തി കേരളീയ വാസ്തുശില്പ കലാരീതിയിൽ ഒരു ബഹുനില മന്ദിരം നിർമ്മിച്ച് ഈ സ്കൂൾ മാറ്റി സ്ഥാപിച്ചു. അന്നു മുതൽ ശ്രീ മൂലവിലാസം ഹൈസ്കൂൾ അഥവാ SMV സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഈ സ്കൂളിന്റെ വാസ്തുശില്പ മനോഹര നിർമ്മാണ പദ്ധതിക്ക് രൂപം നൽകിയത് ദിവാനായിരുന്ന സർ C രാജഗോപാൽ ആചാര്യാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പ്രക്ഷോഭ സമരങ്ങളിൽ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുത്തു. പൊറുതിമുട്ടിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ സ്കൂൾ മേലധികാരികൾക്ക് കർശനമായ താക്കീത് നൽകുകയും സ്കൂളിനെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് സ്കൂളിനെ വഞ്ചിയൂരിൽ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ ഉത്തരവിട്ടു. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് 1983 ഓവർ ബ്രിഡ്ജിന് സമീപം ഇപ്പോൾ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് SMV സ്കൂളിനെ മാറ്റി സ്ഥാപിച്ചു. പ്രശസ്തരും പ്രഗത്ഭരുമായ ഒട്ടേറെ ആചാര്യന്മാർ ഈ സ്കൂളിൽ അധ്യാപകർ, പ്രഥമാധ്യാപകർ എന്നീ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഈ സ്കൂൾ സന്ദർശിച്ചിട്ടുണ്ട് എന്നോർക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് അഭിമാനപൂരിതമാകുന്നു. നമ്മുടെ സ്കൂൾ ബെല്ലാണ് മറ്റൊരു പ്രത്യേകത. ബ്രിട്ടീഷുകാരാണ് ഈ മണി ഇവിടെ സ്ഥാപിച്ചത്. ഈ മണി സ്ഥാപിച്ചിട്ട് അടുത്ത വർഷം 1 നൂറ്റാണ്ട് തികയുകയാണ്. ഈ മണി ഉണ്ടാക്കിയിരിക്കുന്ന ലോഹക്കൂട്ടിന്റെ പ്രത്യേകതയാവാം ഇത്ര നല്ല മുഴക്കമുള്ള ശബ്ദം കിട്ടാൻ കാരണം. ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച സ്കൂൾ എന്ന പദവിയിലേക്ക് ഉയർന്ന ഈ സ്കൂളിൽ പഠിച്ച് ജീവിത വിജയം നേടിയ അസംഖ്യം വ്യക്തികളുണ്ട്. മാഞ്ഞാലിക്കുളം നികത്തി സ്കൂളിന്റെ തനതായ കളിസ്ഥലമാക്കി മാറ്റി. ഇത് എക്കാലവും നിലനിൽക്കത്തക്ക രീതിയിൽ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചത് ശ്രീ വേലായുധൻ തമ്പി എന്ന 1971-81 കാലഘട്ടത്തിലെ പ്രഥമാധ്യാപകനാണ്.
അദ്ദേഹത്തിന്റെ മഹനീയ സേവനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കേരള സർക്കാർ പ്രസ്തുത സ്റ്റേഡിയത്തിന് വേലായുധൻ തമ്പി സ്റ്റേഡിയം എന്ന് പേര് നൽകുകയുണ്ടായി. തുടർന്ന് വന്ന പല പ്രഥമാധ്യാപകരുടെയും കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ട പ്രസ്, വർക്ക്ഷോപ്പ് മന്ദിരം, ജാമിതീയ രൂപങ്ങൾ, ഗ്ലോബ്, ഭാരതാംബ, കൃത്രിമക്കുളം എന്നിവയെല്ലാം സ്കൂളിന്റെ ബാഹ്യ സൗന്ദര്യ കൗതുകങ്ങളാണ്. 1997 SMB ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളായി മാറിയപ്പോൾ ശ്രീ പി സോമൻ സാർ ആദ്യ പ്രിൻസിപ്പളായി. സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ബാലഗണപതി ക്ഷേത്രം നമ്മുടെ സ്കൂളിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും പൂജ നടന്നു വരുന്നു. ജാതിമത ഭേദമന്യേ കുട്ടികൾ ഈ പൂജകളിൽ പങ്കെടുക്കുന്നു. ഈ ക്ഷേത്രം ഈ നിലയിൽ പുനരുദ്ധാരണം ചെയ്തത് മുൻ HM ഹമീദ് സാറാണ്. SMB ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് UP, HS, HSS എന്നിങ്ങനെ 3 വിഭാഗങ്ങളിൽ പഠനം നടക്കുന്നു. 1500ഓളം വിദ്യാർത്ഥികളും 53ഓളം അധ്യാപകരും ആണ് ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഈ സ്കൂളിൽ. സ്കൂൾ പ്രഥമ അധ്യാപകൻ ശ്രീ സലിൽ കുമാർ OM, പ്രിൻസിപ്പാൾ ശ്രീമതി വസന്തകുമാരി ടീച്ചർ, കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്ന PTA പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് KP സുരേഷ് കുമാർ അവർകളാണ്. ഞങ്ങളുടെ സ്കൂളിൽ വിവിധ തരം ക്ലബ്ബുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ലിറ്റിൽ കൈറ്റ്സ്, ഗ്രീൻ ആർമി, NCC, SPC, ജൂനിയർ റെഡ് ക്രോസ്, വിദ്യാരംഗം കലാസാഹിത്യവേദി, സോഷ്യൽ സയൻസ് ക്ലബ്, സയൻസ് ക്ലബ്, പ്രവൃത്തി പരിചയ ക്ലബ്, ഗണിത ക്ലബ്, ടാലന്റ് ലാബ്, ASAP, സൗഹൃദ ക്ലബ്, പരിസ്ഥിതി ക്ലബ്, ആർട്സ് ക്ലബ്, സ്പോർട്സ് ക്ലബ്, ടൂറിസം ക്ലബ്, ഗാന്ധി ദർശൻ തുടങ്ങിയവ ഇവയിൽ ചിലത് മാത്രം. ആർട്സ്, വർക്ക് എഡ്യൂക്കേഷൻ ക്ലബ്, സ്പോർട്സ്, NCC, JRC, NSS തുടങ്ങിയവ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടുവാൻ സഹായിക്കും. അക്കാദമിക മികവിൽ നമ്മുടെ സ്കൂൾ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ഗവൺമെന്റിന്റെ ഹൈടെക് പദ്ധതിയിലൂടെ SMB സ്കൂളും ഹൈടെക്കിലേക്ക് മാറിയിരിക്കുന്നു. ക്ലാസ് റൂമുകൾ ഹൈടെക് തലത്തിലേക്ക് മാറ്റപ്പെട്ടു. എല്ലാ ക്ലാസുകളിലും ഓരോ പ്രൊജക്ടർ, ഓരോ ലാപ്ടോപ്പ്, ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് പുസ്തകത്തിന് പുറമെ ദൃശ്യാവിഷ്കാരത്തിലൂടെയും സ്റ്റഡി മെറ്റീരിയലിലൂടെയും വിഷയങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കി പഠിക്കുവാൻ ഇത് ഉപകാരപ്രദമാകുന്നു. ഇംഗ്ലീഷ് ഭാഷാ പഠനം രസകരമാക്കുന്ന ചാറ്റ് വിത്ത് ചീമു എന്ന പരിപാടിയും അത് ആവിഷ്കരിച്ച ഇംഗ്ലീഷ് അധ്യാപകനായ ഫെലിക്സ് ജെഫ്രി സാറും SMB സ്കൂളിൻ്റെ മുതൽക്കൂട്ടുകളാണ്. മറ്റൊരു സ്കൂളിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് നമ്മുടെ വർക്ക്ഷോപ്പ് മന്ദിരം. അഭിമാനകരമായി പ്രവർത്തിക്കുന്ന ഈ വർക്ക്ഷോപ്പ് കുട്ടികൾ കാര്യങ്ങൾ കണ്ടും ചെയ്തും പഠിച്ച് എഞ്ചിനീയറിംഗിൻ്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുവാനുള്ള വിശ്വാസവും NSQF വിഭാവനം ചെയ്യുന്ന വിവിധ സ്കില്ലുകൾ സ്വായത്തമാക്കുവാനും വികസിപ്പിക്കാനുമുള്ള പ്രാരംഭ കഴിവ് നേരുന്നു. സ്കൂളിന് ശുചിത്വമുള്ള പാചകപ്പുര, ഡൈനിങ് ഹാൾ, പാത്രങ്ങൾ, സ്റ്റോർ എന്നിവയുണ്ട്. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും കുട്ടികൾക്ക് നൽകി വരുന്നു. IT ലാബ്, സ്മാർട്ട് റൂം, ഗണിതശാസ്ത്ര ലാബുകൾ എന്നിവയും സ്കൂളിലുണ്ട്. ഇതിനു പുറമെ കലാകായിക പരിശീലനം, കഥാപ്രസംഗ പഠനം, കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസലിംഗ്, ORC ക്യാമ്പ് എന്നിവയും നടത്തി വരുന്നുണ്ട്. വർഷങ്ങളോളം പഴക്കമുള്ള അനേകം മരങ്ങൾ കൊണ്ട് സുരഭിലമാണ് നമ്മുടെ വിദ്യാലയം. എക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ ആകർഷണീയമായ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം കൂടി ഒരുക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ബിനോയ് വിശ്വം വനം വകുപ്പ് മന്ത്രിയായപ്പോൾ വൃക്ഷശ്രീയായി പ്രഖ്യാപിച്ച തേക്ക് മരം
ഭിന്നശേഷിക്കാർക്കുള്ള പരിശീലനമാണ് മറ്റൊരു പ്രത്യേകത. സുസജ്ജമായ സ്പെഷ്യൽ റൂം, പരിശീലനം ലഭിച്ച സ്ഥിര അധ്യാപകർ, സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറുന്ന മറ്റധ്യാപകർ, വിശാലമായ സ്കൂൾ ലൈബ്രറി, ശുദ്ധജല സംവിധാനം, ടോയ്ലറ്റുകൾ ഇവയെല്ലാം സ്കൂളിലെ പ്രവർത്തനം സുഗമമാക്കുന്നു. പ്രവേശനോത്സവം മുതൽ ഓരോ പരിപാടികൾ സ്കൂളിൽ ആഘോഷിച്ചു തുടങ്ങും. വിവിധ ദിനാചരണങ്ങൾ, പരിസ്ഥിതി ദിനം, ചാന്ദ്രദിനം, യോഗാ ദിനം, ഹെലൻ കെല്ലർ ദിനം, ഹിരോഷിമ ദിനം, സ്വാതന്ത്ര്യ ദിനം, അധ്യാപക ദിനം, റിപ്പബ്ലിക് ദിനം, കേരള പിറവി ദിനം എന്നിങ്ങനെ പോകുന്നു അവ. ഇതിനു പുറമെ മലയാളത്തിളക്കം, പഠനോത്സവം തുടങ്ങി ആഘോഷങ്ങൾ വേറെ. ഓണം, ക്രിസ്മസ്, പുതുവർഷ ദിനാഘോഷം തുടങ്ങിയ വിശേഷ ദിനങ്ങൾ ഞങ്ങൾ സന്തോഷത്തോടെ കൊണ്ടാടിയതും വിനോദയാത്രകൾക്ക് പോയതും സ്പോർട്സ് ഡേ ആഘോഷിച്ചതുമെല്ലാം എന്തു രസമായിരുന്നു. പ്രളയ ദുരിതാശ്വാസ ക്യാമ്പ്, ജില്ലാതലത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഗ്രീൻ കോൺഗ്രസ്, മെന്റലി ചലഞ്ചഡ് കുട്ടികൾക്കായി സംഘടിപ്പിക്കപ്പെട്ട സിദ്ധി സ്പെഷ്യൽ എംപ്ലോയീസ് മീറ്റ് 2019 തുടങ്ങി നിരവധി പരിപാടികൾക്ക് ആതിഥേയത്വമാകാൻ നമ്മുടെ സ്കൂളിന് കഴിഞ്ഞു. ഗ്രീൻ കോൺഗ്രസ് ജില്ലാതലത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സംസ്ഥാന തലത്തിൽ പ്രളയബാധിതരായ കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ള നവകേരള നിർമ്മാണം കുട്ടികളുടെ കാഴ്ചപ്പാടിൽ എന്ന സംവാദത്തിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ കഴിഞ്ഞു. 8, 9, 10 ക്ലാസുകളിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബാൻഡ് ഗ്രൂപ്പും നമ്മുടെ സ്കൂളിലുണ്ട്. സ്കൂളിന് സ്വന്തമായി ബസ്, CCTV ക്യാമറ സംരക്ഷണം ഇവ ഉണ്ട്. കുട്ടികളുടെ കഴിവുകൾ മാറ്റുരയ്ക്കപ്പെട്ട ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പഠന മേളയും കലോത്സവങ്ങളും എനിക്കും എൻ്റെ കൂട്ടുകാർക്കും നിരവധി സമ്മാനങ്ങൾ നേടിത്തന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഭിന്നശേഷിക്കാർക്കുള്ള കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നമ്മുടെ സ്കൂളിലെ മിടുക്കന്മാർക്കായിരുന്നു. ദഫ്മുട്ട്, അറബനമുട്ട് എന്നിവയിൽ നമ്മുടെ സ്കൂൾ ടീം സംസ്ഥാന തലം വരെ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട്. പ്രവൃത്തി പഠനത്തിന്റെ ഭാഗമായി UPയിലെ കൊച്ചു കൂട്ടുകാരും അധ്യാപകരും സോപ്പ് നിർമ്മിച്ചതും കരകൗശല സാമഗ്രികൾ നിർമ്മിച്ചതും എടുത്തു പറയാതെ വയ്യ. നമ്മുടെ സ്കൂളിന് ലഭിച്ച 3 കോടിയുടെ ഫണ്ടിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. സ്കൂളിന് പുതിയ ബിൽഡിംഗ് നിർമ്മാണം ഈ സംരംഭത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാഞ്ഞാലിക്കുളം ഗ്രൗണ്ടിനെ സ്കൂളുമായി ബന്ധിപ്പിക്കുന്ന മേൽപ്പാലം പണിയുന്ന പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. കായിക പരിശീലന ക്ലബ്ബ് രൂപീകരിച്ച് കായിക മുൻ അധ്യാപകൻ ഡേവിഡ് സാറിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ, ബേസ്ബോൾ, ക്രിക്കറ്റ് എന്നിവയ്ക്ക് കോച്ചിംഗ് കൊടുക്കുന്നുണ്ട്. അനന്തപുരിയിലെ ഏക സർഗവിദ്യാലയമാണ് നമ്മുടെ SMV സ്കൂൾ. ഇനി മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ സ്കൂളിനെ നോക്കിക്കാണാം. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, നിലവിലെ ശ്രീമൂലവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റാണ്. ഞങ്ങളുടെ സ്കൂളിൽ 2 വിഭാഗങ്ങളിലുമായിട്ട് സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലുമായി 1500ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. സിറ്റിയിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ സ്കൂളുകളിലൊന്നാണ് ഞങ്ങളുടേത്. പഠനത്തോടൊപ്പം കലാകായിക പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ കുട്ടികൾ വളരെ മികവ് കാണിക്കുന്നുണ്ട്. ഇക്കൊല്ലത്തെ IED സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്നും പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കാണ് എല്ലാ ഇനത്തിനും 1ാം സമ്മാനം നേടിയത്. നിങ്ങളുടെ സ്കൂളിൽ വളരെ പണ്ട് മുതൽക്കേ തന്നെ ഉച്ചഭക്ഷണം കൊടുത്തു വന്നിരുന്നു.
ആയതിൽ നിന്നും പുരോഗമനപരമായ ഒരു സംഭവം ഈ അടുത്ത കാലത്തായി പ്രഭാത ഭക്ഷണം കൂടി ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തി. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ അധ്യയന വർഷം വൈകുന്നേരങ്ങളിൽ സ്കൂൾ സമയത്തിന് ശേഷം ഏകദേശം 1.5 മണിക്കൂറോളം സംശയ നിവാരണ ക്ലാസുകൾ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും കുട്ടികൾക്ക് കൊടുക്കുകയുണ്ടായി. അതിന് എല്ലാ വിദ്യാർത്ഥികളോടും അധ്യാപകർ നല്ല സഹകരണമാണ് കാണിച്ചിരുന്നത്. അത് ഞങ്ങളുടെ വരുംകാല റിസൾട്ടിനെ വളരെ ഭംഗിയായി ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മറ്റൊരു സന്തോഷ വാർത്ത നിങ്ങളെ ഇവരെ അറിയിക്കുന്നത്, ഞങ്ങളുടെ സ്കൂളിൽ നിന്നും സ്കൂൾ സ്റ്റേഡിയത്തിൽ, അതായത് മാഞ്ഞാലിക്കുളം ഗ്രൗണ്ടിലേക്ക് ഒരു ഫൂട്ട് ഓവർബ്രിഡ്ജ് നിർമ്മിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. ആയതിന് പരിപൂർണ സഹകരണം നൽകുന്നത് ഞങ്ങളുടെ സ്ഥലം MLA ആയ ശ്രീ ശിവകുമാർ സാറാണ്. കുട്ടികൾ റോഡ് മുറിച്ച് കടക്കുന്നതിൻ്റെ അപകട സാധ്യതയും കൂടാതെ സാമൂഹ്യ വിരുദ്ധരുടെ ഇടപെടലും കാരണം വിദ്യാർത്ഥികളെ തികച്ചും സ്കൂളിൽ നിന്നും ആ ഗ്രൗണ്ടിലേക്ക് വിടാതിരിക്കുകയായിരുന്നു. ആയതിന് ഒരു സ്ഥിരം മാറ്റം വരുത്താനാണ് ഈ ഫൂട്ട് ഓവർബ്രിഡ്ജ് കൊണ്ട് സഹായം. ആയത് നിലവിൽ വന്നാൽ കുട്ടികൾക്ക് ഏത് സമയവും സ്കൂളിൽ നിന്നും സ്റ്റേഡിയത്തിലേക്ക് അവരുടെ കായിക പ്രകടനങ്ങൾ നടത്താൻ പോകാൻ സാധിക്കും. പഴയ സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. നാട്ടുകാരുടെയും റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെയും എല്ലാം സഹകരണം ഇതിന് നല്ല തോതിൽ ലഭിക്കുന്നുണ്ട്. രുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സ്ഥലവാസികളുടെയും PTA-യുടെയും നിസ്സീമമായ സഹകരണത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പുരോഗതികളെല്ലാം നടത്തിവരുന്നത്. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിജയാശംസകൾ. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ കാലം പഴക്കമുള്ളതും എന്നാൽ എല്ലാ സൗകര്യങ്ങളുമുള്ളതുമായ ഒരു പൊതുവിദ്യാലയമാണ് SMB മോഡൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാലയത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. മറ്റു വിദ്യാലയങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് എല്ലാവിധ പഠന സൗകര്യങ്ങളും ഉള്ള ഒരു വിദ്യാലയമാണിത്. കളിക്കുന്ന ഗ്രൗണ്ടാണെങ്കിൽ പോലും കുട്ടികൾക്ക് കളിക്ക് വേണ്ട പരിശീലനം കൊടുക്കുന്ന അധ്യാപകരുടെ കാര്യത്തിലും ഹൈടെക് നിലവാരത്തിൽ ക്ലാസ് കൊടുക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെ വിദ്യാലയം വളരെയധികം മുൻപന്തിയിലാണ് എന്ന കാര്യം എടുത്തു പറയാം. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും പ്രത്യേകം ലാബുകളുണ്ട്. UP വിഭാഗത്തിന് പ്രത്യേക ലാബുകളുണ്ട്. ഈ വർഷം പുതുതായിട്ട് കുട്ടികളുടെ സയൻസുമായി ബന്ധപ്പെട്ട് സയൻസ് പാർക്ക് പോലും വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ കുട്ടികളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി സർഗവിദ്യാലയമാക്കി ഈ വിദ്യാലയത്തെ അടുത്ത വർഷം മാറ്റുന്ന പണി പുരോഗതിയിലാണെന്ന കാര്യവും ഓർമ്മിക്കുകയാണ്. കുട്ടികളെ ഒരു യൂണിറ്റായി കരുതിക്കൊണ്ട് തന്നെ കുട്ടികളുടെ സർഗശേഷിയും പഠനശേഷിയും ഒക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് വിഭാഗത്തിലാണോ കുട്ടി മിടുക്കനാണ് എന്ന് കണ്ടെത്തി ആ രീതിയിലുള്ള പരിശീലനം കൊടുക്കുന്ന കാര്യത്തിൽ അധ്യാപകർ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. എല്ലാ അധ്യാപകരും വിദ്യാലയത്തിലുണ്ട്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രത്യേക പരിശീലനങ്ങൾ നമ്മൾ ഏപ്രിൽ മാസം വെക്കേഷനോടുകൂടി തന്നെ ആരംഭിക്കുന്നുണ്ട്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഓരോ മണിക്കൂർ ക്ലാസ് എടുത്തുകൊണ്ട് ഏത് വിഷയത്തിനാണോ കുട്ടി പിന്നോക്കം നിൽക്കുന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ട് ആ വിഷയത്തിന് പ്രത്യേക കോച്ചിങ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് മാർച്ച് മാസത്തെ SLC പരീക്ഷയിൽ ഒരു വിഷയത്തിനും പ്രയാസമില്ലാത്ത രീതിയിൽ സന്തോഷപൂർവ്വമാണ് നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്.
കലാരംഗത്തൊക്കെ തന്നെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ സംസ്ഥാന തലം വരെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികളുടെ സംസ്ഥാനതല കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഈ വിദ്യാലയമാണ് 1ാം സ്ഥാനം നേടിയത് എന്നത് പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞു കാണും. ആ രീതിയിൽ എല്ലാ രംഗത്തും മുന്നോക്കം നിൽക്കുന്ന ഒരു വിദ്യാലയം എന്ന രീതിയിൽ നമ്മുടെ വിദ്യാലയത്തെ ഓർമ്മിക്കേണ്ടതുണ്ട് എന്നെടുത്ത് പറയുകയാണ്. അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ പോലും യൂണിഫോമും ബാക്കി എല്ലാ രംഗങ്ങളിലും ഒരു പൊതുവിദ്യാലയം എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ CCTV ക്യാമറ, അതേപോലെ തന്നെ മറ്റു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കുന്ന കാര്യത്തിൽ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള സ്കൂളിനേക്കാളും മെച്ചപ്പെട്ട രീതിയിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നത് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഈ വിദ്യാലയത്തിൽ ഒരു കുട്ടിയെ അയച്ചാൽ രക്ഷിതാവ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാലയം വിട്ടുപോകാനായിട്ട് കഴിയുമെന്നും സമൂഹത്തിൽ നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു കുട്ടിയായിട്ട് ഏത് പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങൾ സധൈര്യം പരിഹരിക്കാൻ കഴിവുള്ള ഒരു വിദ്യാർത്ഥിയായിട്ട്, ഒരു സോഷ്യൽ അനിമലായിട്ട് കുട്ടിയെ മാറ്റിയെടുക്കാവുന്ന രീതിയിലുള്ള എല്ലാ പ്രോഗ്രാമുകളും ഈ വിദ്യാലയത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായ SMV ഹയർ സെക്കൻഡറി സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ് ഞാൻ. ഈ സ്കൂളിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാ കുട്ടികൾക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഒരു ബാലഗണപതി ക്ഷേത്രം, കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികൾക്കായുള്ള അവരുടെ ഹാൻഡിക്രാഫ്റ്റ് പരിശീലനം, വർക്ക്ഷോപ്സ്, അതിനെ നയിച്ചുകൊണ്ടുള്ള സുജി സാർ, ഞാൻ മ്യൂസിക് ടീച്ചറാണ്. എന്തായാലും ഈ സ്കൂളിനെ കുറിച്ചുള്ള ഒരു ഗാനത്തിൻ്റെ 4 വരി പാടാം. ശ്രീമൂലവിലാസിനി ഭാസിനി ശീലഗുണമയ സുജന പരിപാലിനി ജനഹൃദ്രഞ്ജിനി ജഡതാഭഞ്ജിനി ജയ ജയ ശേഷപുരി പ്രിയഭഞ്ജിനി ശ്രീമൂലവിലാസിനി ഭാസിനി. ഈ പാട്ടിൽ നിന്ന് തന്നെ നമുക്കറിയാം ശ്രീമൂലവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് ഈ സ്കൂളിൻ്റെ ശരിയായ നാമധേയം. 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള സ്കൂളാണ്. ഈ സ്കൂളിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ ഉന്നത നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ഈ സ്കൂളിൽ ആഴ്ചയിൽ 2 ദിവസം വർക്ക് ചെയ്യുന്ന മ്യൂസിക് ടീച്ചറാണ്. നമ്മുടെ സ്കൂളിൽ നല്ല ഒരു ഗായക സംഘം ട്രൂപ്പുണ്ട്. എല്ലാ ദിവസവും ഞാൻ ആഴ്ചയിൽ 2 ദിവസമാണ് വരുന്നതെങ്കിലും ആ 2 ദിവസം മാക്സിമം പരിശീലനം കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്കുള്ള ലഞ്ച് ബ്രേക്ക് ടൈമിൽ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നു. കൂടാതെ ക്ലാസ് ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ട്. കുട്ടികളൊക്കെ നല്ല പാടാൻ കഴിവുള്ള കുട്ടികളാണ്. അവർ സ്റ്റേറ്റ് ലെവൽ വരെ ഈ സ്കൂളിൽ നിന്നും കൊണ്ടുപോയി സമ്മാനങ്ങളും ഗ്രേഡുകളും വാങ്ങിയിട്ടുണ്ട്. എല്ലാ തലത്തിലും മ്യൂസിക് മാത്രമല്ല പല കലകളും ഈ സ്കൂളിൽ പരിശീലിപ്പിക്കുകയും എല്ലാത്തിലും കുട്ടികളെ സർവ്വതോന്മുഖരാക്കാൻ വേണ്ടിയുള്ള പരിശീലനം നന്നായി നടത്തുകയും ചെയ്യുന്ന സ്കൂളാണിത്. എൻ്റെ പേര് അക്ഷയ് കൃഷ്ണ. ഞാൻ ഗവൺമെന്റ് സ്കൂൾ ഫോർ ബ്ലൈൻഡ് വന്നതാണ്. ഞാൻ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ 8ാം ക്ലാസ്സിലാണ് ആദ്യമേ സ്കൂളിൽ വന്നത്. എനിക്ക് ഈ സ്കൂളിൽ വളരെ നല്ലൊരു അനുഭവമാണ് എനിക്കിവിടെ സമ്മാനിച്ചത്. കാരണം ഞാൻ ഈ സ്കൂളിൽ നിന്ന് 2 വർഷം സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് പോവുകയും ആ 2 വർഷം എനിക്ക് നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ സ്കൂളിൽ നിന്ന് ഉദയസമുദ്രയിൽ ക്യൂസ് കോമ്പറ്റീഷൻ പങ്കെടുക്കുകയും അതിന് 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലം എനിക്ക് വളരെയധികം പോസിറ്റീവ് എനർജി തരുന്ന അമ്പലമാണ്. പിന്നെ ഇവിടെയുള്ള അധ്യാപകരായാലും ഇവിടെയുള്ള കുട്ടികളായാലും നമ്മളടുത്ത് വളരെ സൗമ്യതയോടെയും നമുക്ക് എന്ത് സഹായം വേണമെങ്കിലും അതെല്ലാം ചെയ്യാൻ തയ്യാറായ കുട്ടികൾ അധ്യാപകരാണ്. അത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. എനിക്ക് സ്കൂള് എപ്പോഴാലും എൻ്റെ മനസ്സിൽ ഓർമ്മയായിരിക്കും. നന്ദി. ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് 13 വർഷത്തോളമായി. ഞാനിവിടെ UP സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വന്ന സമയത്ത് ഒത്തിരി ഡിവിഷനൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 വർഷം കൊണ്ട് ചെറിയ മംഗലൊക്കെ വന്നിട്ടുണ്ട്. അതിന് പറഞ്ഞ് അതുകൊണ്ട്
പഴയ പ്രൗഢിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ UP സെക്ഷനിൽ പലതരത്തിലുള്ള പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷിന് വേണ്ടി ഹലോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതുകൂടാതെ തന്നെ മലയാളം കുട്ടികൾക്ക് മലയാളത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മലയാളത്തിനക്കം എന്നൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഇൻ്റർവെൽ സമയം ക്വിസ് പ്രോഗ്രാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ക്വിസ് പ്രോഗ്രാം അവതരിപ്പിച്ച് അതിന് വിജയം നേടുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സ്പോർട്സിന് പ്രാധാന്യം വളരെയധികം പ്രാധാന്യം ഒരു സാറിനെ വരുത്തി കുട്ടികൾക്ക് സ്പോർട്സ് പരിശീലനം കൊടുക്കുന്നുണ്ട് 3:30 ശേഷം. അതുകൂടാതെ അക്കാഡമിക് കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് വളരെയധികം കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളും അതിന് വളരെയധികം താല്പര്യത്തോടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ നല്ലൊരു മാറ്റം ഇനി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ സ്കൂള് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു സ്കൂളാണിത്. ലാബിൻ്റെ കാര്യത്തിലായാലും ലാബ് സൗകര്യങ്ങളുണ്ട്. കമ്പ്യൂട്ടർ ലാബായാലും മറ്റേ പ്രാക്ടിക്കൽ സയൻസ്, മാത്സിലും സയൻസിലും SS-നും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നിറഞ്ഞ ഹൈടെക് ക്ലാസ് മുറിയിലുള്ള സ്കൂളാണിത്. അപ്പോൾ ഇവിടെ വന്നാൽ കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള അറിവ് നേടാൻ ലൈബ്രറി, നല്ലൊരു വലിയ ലൈബ്രറി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വായനാശീലം വളർത്തുന്നതിന് നമ്മളൊരു പീരീഡ് കുട്ടികൾക്ക് വായിക്കുന്നതിന് വേണ്ടിയുള്ള ലൈബ്രറി സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു സ്കൂളാണിത്. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള അറിവുകളും നേടിക്കൊണ്ട് നല്ല വിജയ സാധ്യതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. എൻ്റെ പേര് ബ്രഹ്മദത്ത്. ഞാൻ SM സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ്. ഞാൻ ഐഡ്രൂം വളരെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഒട്ടേറെ സൗകര്യങ്ങൾ നമുക്കായി ചെയ്തിട്ടുണ്ടാകുന്നുണ്ട്. എനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സബ്ജക്ട്സും ടീച്ചേഴ്സ് ഇല്ലാത്ത സമയങ്ങളിലും ഒക്കെ നമ്മുടെ റിസോഴ്സ് സാറായ ദേവപാൽ സാർ വായിച്ചു തരാറുണ്ട്. അതുപോലെ തന്നെ ദീപ്തി ടീച്ചർ വായിച്ചു തരാറുണ്ട്. എനിക്ക് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ലൈറ്റ് മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ടിൻ്റെ 4 വരി ഞാൻ പാടാം. കൃഷ്ണവർണ്ണം രാധേ നീയും മറയുകയാണോ? കൃഷ്ണവർണ്ണം മായുകയാണോ? രാധേ നീയും മറയുകയാണോ? സൂര്യനുണരും മുമ്പേ സൂര്യനുണരും മുമ്പേ പതിവുള്ള കൃഷ്ണ തുളസി കതിരുമിന്നെവിടെ രാധേ രാധേ. എൻ്റെ പേര് സുജി സുധാകർ എന്നാണ്. ഞാനിവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്നത് നമ്മുടെ വർക്ക്ഷോപ്പ് ബിൽഡിംഗ് ആണ്. ഈ വർക്ക്ഷോപ്പ് ബിൽഡിങ്ങിൽ നമ്മൾ ഒത്തിരി കുട്ടികളുടെ തൊഴിൽപരമായ കഴിവുകളെ വികസിപ്പിച്ച് അവർക്കൊരു സ്വയം തൊഴിൽ ചെയ്ത് സമൂഹത്തിൽ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാരംഭ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് കുട്ടികൾ ചെയ്യേണ്ടത്, അക്കാര്യങ്ങളൊരു ബേസിക് നോളജ് ഈ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഒപ്പം എഞ്ചിനീയറിംഗ് സ്കില്ല്, എഞ്ചിനീയറിംഗ് വിങ്ങിലോട്ട് തിരിയാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ ഇപ്പോൾ പ്ലാൻ, എലിവേഷൻ മറ്റുമൊക്കെ വളരെ സിമ്പിൾ ഈ ജോമെട്രിക്കൽ വ്യൂസ് ഒക്കെ നമ്മൾ അതിനകത്ത് സിമ്പിൾ വ്യൂസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അത് പരിശീലിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് അവരെ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുക, അതൊക്കെ അവർ കുട്ടികൾ സ്വന്തമായിട്ട് ഇവിടെ ഒന്ന് സ്വായത്തമായി കഴിഞ്ഞതാണ്.
അപ്പോൾ അത് ഈ 5ാം ക്ലാസ്സിലെ കുട്ടി തന്നെ ഈ സ്കൂളിൻ്റെ ഒരു പ്ലാനൊക്കെ വളരെ ഭംഗിയായിട്ട് വരച്ചു കണ്ടപ്പോൾ എനിക്ക് എന്ത് സന്തോഷം ഉണ്ടായെന്ന് അറിയാം. അപ്പോൾ അത്തരത്തിൽ ആ കുട്ടിയുടെ 5ാം ക്ലാസ്സിലെ കുട്ടി ഇങ്ങനെ ഈ തരത്തിലൊക്കെ കഴിവുകൾ വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് ഒരു സിവിൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറോ അങ്ങനെ പല രീതിയിൽ എന്തൊക്കെ ഫീൽഡ് ആണ് എഞ്ചിനീയറിംഗ് സെക്ഷൻ ഉണ്ട് അതെല്ലാം അവിടെ ഒരു ബേസിക് നോളജ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒപ്പം ഇവിടെ നമ്മൾ കാർപ്പൻട്രി സെക്ഷനിൽ കുറേ പറ്റുന്ന രീതിയിലുള്ള വർക്കുകൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ നമുക്ക് കൊടുക്കുന്നത് വെച്ചാൽ ഷീറ്റ് മെറ്റൽ വർക്ക്. അപ്പോൾ ഇവിടെ കുറേ പരിമിതികളുണ്ട്. അതിപ്പോൾ ഒരു പഴയ വർഷം പൊളിച്ചിട്ട് പുതിയ കൊണ്ടുവന്നതാണ്. അപ്പോൾ കുറച്ച് പതിവ്. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കാണുന്ന ഒരു സെക്ഷനിൽ LED ബൾബ് അസംബ്ലിംഗ് ആണ്. അപ്പോൾ ആ LED ബൾബ് അസംബ്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ കുട്ടികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മൾ ഈ കാണുന്നതെന്ന് പറയുന്നത് ഒരു സീഡ് പെന്നാണ്. ഈ സീഡ് പെൻ ഈ കുട്ടികൾ തന്നെ ഉണ്ടാക്കി അത് നമ്മൾ ഈ പറഞ്ഞത് ഉപയോഗശേഷം വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മരമോ ചെടിയോ ആയി തീരുന്ന രീതിയിൽ ഇത് നമ്മൾ കുട്ടികൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളും പ്ലാസ്റ്റിക്കിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ടാണ് ഈ ഒരു പെൻ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം 100% കുട്ടികളും ഈ ഒരു പെന്നിലേക്ക് മാറിയാൽ ആ ദിവസം നമ്മളിത് 100% പ്ലാസ്റ്റിക് പെൻ ഫ്രീ ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിക്കുന്നതിലേക്ക് നമ്മൾ ഇരിക്കുകയാണ്. കൂടാതെ നമ്മളിപ്പോ വീട്ടിനകത്ത് കയറുമ്പോഴത്തേക്ക് തന്നെ ഒരു ചെരുപ്പ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ സ്റ്റാൻഡും നമ്മൾ ഈ കുട്ടികൾ തന്നെ ഇവിടെ ഉണ്ടാക്കി PVC ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇപ്പോൾ കോക്കനട്ട് ഷെൽ പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന ടയറുകളിൽ നിന്ന് ചെടിച്ചട്ടി, ഫിഷ് ടാങ്ക് ഒക്കെ നമ്മളിവിടെ കുട്ടികൾ ഉണ്ടാക്കി പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സിംഗിൾ സ്റ്റേജ് ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ എന്താണ്, ഡീസൽ എഞ്ചിൻ എന്താണ്, കാർബറേറ്റർ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പെട്രോൾ എഞ്ചിന് വർക്ക് ചെയ്യുന്നത്, ഈ വർക്കിംഗ് പ്രിൻസിപ്പിൾ വരെ ഇവിടെയുള്ള കുട്ടികൾ ഇവിടെ സ്വായത്തമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരുപാട് സ്കില്ല് ഡെവലപ്മെന്റ്, ഇപ്പോൾ ഒത്തിരി സ്കില്ലുകളാണ് കുട്ടികൾക്കുള്ളത്. ആ എല്ലാ സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഈ വർക്ക്ഷോപ്പിനകത്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് 2 സെക്ഷനാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഇലക്ട്രിക്കലാണ്, ഒന്ന് മെക്കാനിക്കലാണ്. ആ മെക്കാനിക്കൽ കൈകാര്യം ചെയ്യാനാണ് ഇലക്ട്രിക്കൽ ഉണ്ടായിരുന്ന സാറ് ഇപ്പോൾ ഇല്ല. അതിന് ഉടനെ തന്നെ സാർ ട്രാൻസ്ഫർ ആയി. ഇപ്പോൾ ആ പോസ്റ്റിൽ ഇപ്പോൾ ആളില്ലാതിരിക്കുകയാണ്. ആ ഉടനെ തന്നെ ആൾ വന്നായിരിക്കും. പിന്നെ ഉള്ളത് ഇതോടൊപ്പം തന്നെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ സ്കൂളുകളിൽ വിഭാവനം ചെയ്യുന്ന NSQF എന്ന് പറയുക, നാഷണൽ സ്കിൽ ക്വാളിഫൈഡ് ഫ്രെയിംവർക്ക്. എനിക്ക് തോന്നുന്നു കേരളത്തിനകത്ത് വേറെ ഒരു സ്കൂളുകളിലും ഇല്ലാത്ത ഒരു, അല്ലെങ്കിൽ വരാൻ പോണ ഈ ഒരു ഫെസിലിറ്റിക്ക് വേണ്ടി ഇപ്പോഴേ തന്നെ അടിസ്ഥാനമായി ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് ഈ ഒരു ബിൽഡിങ്ങിന് ഈ രീതിയിലോട്ട് മാറ്റിയെടുക്കാൻ സാധിച്ചത് വളരെയേറെ നല്ലൊരു കാര്യമായി കാണുന്നു. കാരണം ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, മീൻസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഈ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനാണ് അവർ വിഭാവനം ചെയ്യുന്നതിലും ഒപ്പം ഈ പറയുന്ന 8 കഴിഞ്ഞാൽ 9, 10, 11, 12, 9, 10, 11, 12 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കുട്ടിക്ക് അഡീഷണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ NSQF എന്ന് പറയുന്നത്. അപ്പൊ അതിന് NSQF ഒരു ഏതാണ്ട് ഒരു 300ഓളം ബ്രാഞ്ചസ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ സ്കൂളുകളിൽ ജനറൽ എഡ്യൂക്കേഷൻ എത്ര അഡോപ്റ്റ് ചെയ്യുന്നുള്ളത് ഇപ്പോൾ അതിന്റെ കരിക്കുലം കമ്മിറ്റി SCRT പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു എഞ്ചിനീയറിംഗ് ആ സെക്ഷൻ വരുമ്പോഴേക്കും നമ്മുടെ സ്കൂളിൽ 2 or 3 ബ്രാഞ്ചസ് നമ്മുടെ സ്കൂളിൽ വന്നേക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളെ കുട്ടിക്ക് ഈ പഠിച്ചിറങ്ങിയ കുട്ടിയെ 4 ലെവൽ, അതായത് 9ാം ക്ലാസ്സിൽ 1 ലെവല്, 10ാം ക്ലാസ്സിൽ 2ാം ലെവല്, 11ൽ 3, 12ൽ 4, ഈ 4 ലെവലും കംപ്ലീറ്റ് ചെയ്ത് വെളിയിൽ പോകുന്ന ഒരു കുട്ടിക്ക് എനിക്ക് തോന്നുന്നത് ഇന്റർനാഷണൽ ലെവല് ഏത് ഈ ഒരു പറയുന്ന ജോലി, ഇപ്പൊ പ്ലംബർ ആണോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ആണോ അല്ലെങ്കിൽ ഇനി തിങ്കിങ് എബിലിറ്റി കൂടിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അത് എന്തുമാത്രം മാറും, അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ആ ഒരു അവരുടെ ആ ഒരു പ്രത്യേകത തന്നെ ഒരുപാട് ചേഞ്ചസ് ആണ് ആ NSQF വിഭാവനം ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് വരുമ്പോൾ തന്നെ മറ്റൊരു സ്കൂളിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയായി ഞാൻ കാണുകയാണ്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീൻ ആർമി വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ആർമി എന്ന് പറയുന്നത് നമ്മളെ ക്യാമ്പസ് പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ് ആകുന്നതോടൊപ്പം എങ്ങനെയാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് കുട്ടികളുടെ അവബോധം ഉണ്ടാക്കി ആ കുട്ടികളുടെ അവബോധം വീടുകളിൽ എത്തിച്ച് വീടുകളിൽ അച്ഛനും അമ്മയും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സമൂഹത്തിലേക്ക് എങ്ങനെയാണ് ഒരു പ്ലാസ്റ്റിക് മാനേജ്മെന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടും ഈ ഒരു സ്കൂളിൽ ഗ്രീൻ ആർമി വർക്ക് ചെയ്യുന്നുണ്ട്.
പിന്നെ സയൻസ് പാർക്ക്. എനിക്ക് തോന്നുന്നത് ഈ ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ അതിൻ്റെ 9 സ്കൂളുകൾ 9 സയൻസ് പാർക്ക് നമുക്ക് സ്കൂളിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ പഠനത്തോടൊപ്പം തന്നെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സയൻസ് ശാഖകൾ, സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കാനുള്ള രീതിയിലുള്ള സയൻസ് പാർക്ക്, ഒരു കുറേ എക്സ്പെരിമെന്റ് ചെയ്ത് തന്നെ നോക്കാനുള്ള എക്സ്പെരിമെന്റ്, ഏതാണ്ട് ഒരു 70ഓളം എക്സ്പെരിമെന്റ് ഈ സ്കൂളിൽ സയൻസ് പാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത് എല്ലാ കുട്ടികൾക്കും അത് കാണാനും മറ്റുള്ള സ്കൂളിൽ നിന്ന് വന്ന് അത് കണ്ടു പഠിക്കാനുള്ള സൗകര്യം ഈ സ്കൂളിൽ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഈ MI കോർണർ, എനിക്ക് തോന്നുന്നു വളരെ ടാലന്റാണ് ഒത്തിരി കുട്ടികളിവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വെച്ചാൽ ഇപ്പോൾ ഈ MI കോർണർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു IAS കോച്ചിങ്, അല്ലെങ്കിൽ എന്താണ് ഈ IAS, അപ്പോൾ ആ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ബ്രാഞ്ചസ്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അവർക്ക് ഇപ്പോഴേ തന്നെ ഐഡിയ കൊടുക്കുകയും എങ്ങനെ അതിലോട്ട് കുട്ടികളെ കണ്ടെത്തി കൺവേർട്ട് ചെയ്ത് അതിൽ അഭിരുചിയുള്ളവരാക്കി മാറ്റാം, അതിനുള്ള ഒരു കാര്യം ഡെവലപ്മെൻ്റാണ് ഈ MI കോർണർ വഴി നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ ഈ CCTV സർവൈലൻസ് ആണ്. നമ്മുടെ ഈ സ്കൂളിലെ ക്യാമ്പസ് ഫുള്ള് ഒരു 32ഓളം ക്യാമറ ഉപയോഗിച്ചിട്ട് CCTV സർവൈലൻസിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ വെളിയിലുള്ള, ക്ലാസ് റൂമിൻ്റെ വെളിയിലുള്ള എന്ത് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്കുള്ള പ്രശ്നങ്ങളോ നമുക്ക് കൃത്യമായിട്ട് ആ മോണിറ്റർ ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ അധ്യാപകരുടെ ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുവിധമുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ക്യാമ്പസിനകത്ത് നിന്ന് മാറാൻ സാധിക്കുന്നുണ്ട്. ടാലന്റ് ലാബ്, ഇപ്പോൾ ഒരു കുട്ടിക്ക് 10 സ്കില്ലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ 10 സ്കില്ലും അത് ഓരോ കുട്ടിക്കും പല രീതിയിലായിരിക്കും ആ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാലന്റ് ലാബ്, ആ ഒരു ഫെസിലിറ്റി നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ വർഷം തന്നെ തുടങ്ങിയിട്ടുണ്ട്. വളരെ ഭംഗിയായി അത് ആ ടാലന്റ് ലാബിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പോർട്സ് ആക്ടിവിറ്റി, നമ്മുടെ കുട്ടികൾ ഒരുപാട് സ്പോർട്സിൽ വളരെ ഫിസിക്കലായിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫുട്ബോൾ ടീമുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ക്രിക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ബോളും അല്ലെങ്കിൽ ഹാൻഡ് ബോളും ബാസ്കറ്റ് ബോൾ ഒക്കെ ടീം നമ്മൾ ഫോം ചെയ്തു. അപ്പോൾ അത് ഇവിടെയുള്ള മുൻ അധ്യാപകനായിരുന്ന ഡേവിഡ് സാറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ പരിശീലനം നടന്നു വരുന്നു. വേറെ 2 ട്രെയിനീസ് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള മാഞ്ഞാലിക്കുളം ഗ്രൗണ്ട് വളരെ വിശാലമായൊരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത് ഒരു നല്ല സ്പോർട്സിന് നല്ല രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ഗ്രേസ് മാർക്കും അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ കൊണ്ട് ജോലി കിട്ടാനും ഒക്കെ സാധ്യതയുള്ള രീതിയിലേക്ക് നമ്മൾ സ്കൂളിൽ മാറ്റിയെടുക്കാനായിട്ട് ഈ സ്പോർട്സ് ആക്ടിവിറ്റി കൊണ്ട് സാധിക്കുന്നതാണ്. നമ്മുടെ സ്കൂളിലെ നൂൺ ഫീഡിങ്, എനിക്ക് തോന്നുന്നത് ബ്രേക്ക്ഫാസ്റ്റും നൂൺ ഫീഡിങ് വേറെ ഒരു സ്കൂളിലും ഇല്ലാത്ത രീതിയിൽ വളരെ പണ്ട് കാലം മുതൽ തന്നെ ഇലയിട്ട് ഊണ് കൊടുക്കുന്ന സമ്പ്രദായമുള്ള ഒരേ ഒരു സ്കൂൾ തന്നെ. പണ്ട് സ്കൂളുകളിൽ കഞ്ഞി കൊടുക്കുമ്പോൾ നമ്മൾ ഈ സ്കൂളിൽ മാത്രം ഇലയിട്ട് ഊണ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു നൂൺ ഫീഡിങ് സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ആ സിസ്റ്റം ആ ടിഫിൻ സെൻ്ററോട് വർക്ക് ചെയ്യുന്നുണ്ട്. രാജമ്മ എൻഡോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ വർക്ക് ചെയ്യുന്നത്. ഒപ്പം തന്നെ നമുക്കുള്ളത് ഒരു സർഗവിദ്യാലയം. എനിക്ക് തോന്നുന്നത് ഈ അനന്തപുരിയിലെ ഏക സർഗവിദ്യാലയം ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു സ്കൂൾ SMA ഗവൺമെൻറ് ഹൈസ്കൂളാണ്. ആ ഒരു സർഗവിദ്യാലയത്തിനുള്ള പ്രവർത്തനങ്ങളും സ്കൂളിൽ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ഈ കഴിഞ്ഞ കലോത്സവത്തിൽ 48 പോയിന്റോടെ 1ാം സ്ഥാനം നേടിയത്, സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയത് നമ്മുടെ സ്കൂളാണ്. അപ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും വളരെ കഴിവുള്ള ഒത്തിരി കുട്ടികളാണ്, അങ്ങനെ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നത്. ഒപ്പം ഈ സ്കൂളിലുള്ള ഇനിയും ഇവിടെ വരുന്ന അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിക്ക് എന്താണോ ഒരു കുട്ടിക്ക് വേണ്ട, അവൻ അക്കാഡമിക് നിലവാരം മാത്രമല്ല, അവന് ഈ സമൂഹത്തിനോട് സംവദിക്കാനുള്ള അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ആ കുട്ടി ഇവിടെ നിന്ന് വെളിയിറങ്ങാൻ പോകുന്നത്. ഒപ്പം ഒരു തൊഴിൽ പഠിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കുട്ടി സമൂഹത്തിൽ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഇപ്പോൾ ഒരു അണ്ണയുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കണക്കല്ല, ഇവൻ ഇവിടെ നിന്ന് ഈ നമ്മുടെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് സർവേ ചെയ്ത് അവൻ ഓവർകം ചെയ്ത് ഒരിക്കലും അവനൊരു ആത്മഹത്യയിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തിക്കേണ്ട ഒരു അവസ്ഥയില്ലാത്ത വളരെ ഉന്നതിയിൽ ഈ സ്കൂളിലെ കുട്ടിക്ക് എത്താൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു 100% ഷുവർ നമുക്ക് ഈ ഉറപ്പായിട്ടും തരാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ സ്കൂളിലെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. സ്കൂൾ PTA, പൂർവ്വ വിദ്യാർത്ഥി സംഘടന സതീർത്ഥ്യൻ, പൂർവ്വ അധ്യാപക സംഘടന ഗുരു, MP, MLA മാർ, കൗൺസിലർമാർ എന്നിവരുടെയും തിരുവനന്തപുരം നഗരസഭ, ജില്ലാ ശുചിത്വ മിഷൻ, സന്നദ്ധ സംഘടനകൾ, SSA എന്നിവരുടെയും സഹായ സഹകരണത്തോടെ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തി നമ്മുടെ സ്കൂൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.
कॉपी और किताबें सारी स्कूल देगा, स्कूल देगा, यूनिफॉर्म भी तुम्हारी स्कूल देगा, स्कूल देगा। स्कूल अब घर से दूर नहीं है, कम हो गए फासले, पहुंचोगे स्कूल के गेट पर तुम, थोड़ा सा भी जो चले, प्यार और नरमी से तुमको पढ़ाएंगे टीचर है ऐसे भले। सच 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 रीत अब है यही स्कूल की, कभी टीचर न बच्चों को मारे। सुनो घंटी बजी स्कूल की, चलो स्कूल तुमको पुकारे। लाइब्रेरी में जो पढ़ना हो, स्कूल देगा, स्कूल देगा, दोपहर में खाना भी दो, और स्कूल देगा, स्कूल देगा। पढ़ना भी है और है खेलना भी है, दोनों बातें यहाँ